ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽ. ഈ ഒരു വ്ളോഗ് അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗല്ല കേട്ടോ. അച്ഛനും അമ്മയും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഇപ്പോൾ ഒരു 6 മാസം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനു മുന്നുള്ളൊരു ഔട്ടിങ്, ഷോപ്പിംഗ്, പിന്നെ പാക്കിങ്, പിന്നെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു Jan 1. അപ്പോൾ അതിന് ഞങ്ങൾ സർപ്രൈസായിട്ട് December 31 12 o'clock കേക്ക് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതും പിറന്നാൾ സദ്യയും പിന്നെ എയർപോർട്ടിൽ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും ഈ ഒരു വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ അത്ര വിചാരിച്ച പോലെയൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് അവർ തിരിച്ചു പോകുന്നതിന് മുൻപുള്ള ആ ഒരു വീക്കെൻഡ് ഇവിടെ അടുത്തുള്ള ഒരു മാളിൽ പോയതാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പോകുമ്പോൾ. അപ്പോൾ ഞാനത് ജസ്റ്റ് ആ ഒരു മഴത്തുള്ളികൾ ഇങ്ങനെ വിൻഡോയിൽ വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. എനിക്ക് കുറച്ച് തൊണ്ട അടഞ്ഞിട്ടിരിക്കുകയാണ്. അത് കാരണമാണ് കേട്ടോ വോയിസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു മാളിലെത്തി. ജേഴ്സി ഗാർഡൻ എന്നാണ് ഈ ഒരു മാളിൻ്റെ പേര്. അത് ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് മാളാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുവിധം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിലും മാളിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ട്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോസ്റ്റ്ലി അവർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞേ മാറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും താഴെ പോയി ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഷോപ്പിങ്ങൊക്കെ ചെയ്തത്. ആസ് യൂഷ്വൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയിട്ടോ. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ആദ്യമായപ്പോഴും ഓർമ്മ വന്ന്. അപ്പോൾ അമ്മ ഇന്ന് വെജാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പിസ്സ, അമ്മയ്ക്കും മോനും ഒരു ചീസ് പിസ്സ, പിന്നെ ഞങ്ങൾക്കൊരു ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ഏട്ടനൊരു ചിക്കൻ വിത്ത് റൈസ് ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ മോന് വേണ്ടിയിട്ട് പാസ്തയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് ചുമ്മാ മാളിലൊന്ന് കറങ്ങി ചെറിയ രീതിയിൽ പർച്ചേസിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഇവർ പോകുന്നതിന് മാത്രമല്ല മോന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇതൊരു ബാത്ത് ആൻഡ് ബോഡി വർക്ക് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ ബോഡി വാഷൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഓഫ് റോൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ സോപ്പിനേക്കാൾ കൂടുതൽ ബോഡി വാഷാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടാവുമായിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് മാളാണ്. അപ്പോൾ ഇത് ഔട്ട്ലെറ്റ് മാൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കാണാനും പിന്നെ ചുമ്മാ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെയൊക്കെയാണ് വന്നത്. ഈ ഒരു മാളിലൊക്കെ വന്നാൽ നമുക്ക് ടൈം പോണതറിയില്ല. കുറേ സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ മോനും നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോഴാണ് അവൻ പുറത്തൊക്കെ വരുമ്പോൾ ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ ടൈം ഉറക്കമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ നാട്ടിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സൊക്കെ ഞങ്ങളിവിടെ കോസ്കോ എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. അവിടെ കുറച്ച് വെറൈറ്റി മിക്സഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റാണ് വാങ്ങിയത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെയുള്ള മെയിൻ പണി പാക്കിംഗ് ആണല്ലോ. അപ്പോൾ അത് ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോൾ അത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇവർക്ക് ഇൻ്റർനാഷണലിൽ 4 പെട്ടിയാണ് കൊണ്ടുപോകാൻ പറ്റുക, 23 kg വെച്ചിട്ട്. പിന്നെ ക്യാരി ഓണും ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പെട്ടി എല്ലാതും വലിയ സൈസല്ല, ചിലത് ചെറുതാണ്. അപ്പോൾ അതിൽ കൊള്ളണ രീതിയിലാണ് ഇവരുടെ ഡ്രസ്സും പിന്നെ മേടിച്ച സാധനങ്ങളും എല്ലാം കൂടി അതിൽ തന്നെ കൊണ്ടുപോട്ടോ. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊക്കെ പാക്ക് ചെയ്യുകയാണ്. എല്ലാത്തിലും വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ. എല്ലാ വെയിറ്റും ഓക്കെ ആയിരുന്നു ചെക്ക് ചെയ്തപ്പം. പിന്നെ December 31 ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒരുമിച്ച് ആവാമെന്ന് വിചാരിച്ചിട്ട് അവിടെയാണ് കൂടിയത്. അപ്പോൾ Jan 1 അച്ഛൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട് ഹന ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ആ കേക്ക്. അപ്പോൾ അച്ഛന് യാതൊരു ഐഡിയയും ഇല്ല. കേക്ക് എടുക്കുമ്പോഴും അച്ഛൻ്റെ വിചാരം അത് ന്യൂ ഇയറിൻ്റെ കേക്കാന്നായിരുന്നു. അങ്ങനെ അച്ഛൻ ഫുള്ളി സർപ്രൈസ്ഡ് ആയിപ്പോയി. ന്യൂ ഇയർ കേക്ക് കൂട്ടാ, ന്യൂ ഇയർ Happy Friday!
ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Chiku. Yeah, you're 5 years old. Happy birthday to you. Happy birthday, ചിക്കു പാടുക. போங்க அந்த சைடு போய் நில்லுங்க, தாத்தா பக்கத்துல. சிக்கு தாத்தா பக்கத்துல போய் நில்லுங்க, தாத்தா பக்கத்துல நில்லு போ. Birthday to you, happy birthday to you, happy birthday dear Raja, happy birthday to you. അപ്പോൾ അച്ഛൻ്റെ പിറന്നാളായ കാരണം ഞങ്ങൾ ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ജാൻ ഫസ്റ്റ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കി, അമ്മ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ സാമ്പാർ വെച്ചായിരുന്നു, പിന്നെ എലിശ്ശേരി ഉണ്ടാക്കി ഞാൻ, പിന്നെ ഇഞ്ചിത്തേരും പിന്നെ മോര് കാച്ചിയതും പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. അച്ഛനാണ് ആദ്യം വിളമ്പി കൊടുത്തത്. സദ്യ എന്ന് പറയാനൊന്നുമില്ല, ഒരു 4 കറി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു, പായസമൊക്കെ കുടിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞെങ്കിലും എല്ലാം കൊണ്ടും ഒരുമാതിരി സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ പിരിഞ്ഞു പോവുക, യാത്ര പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കഷ്ടമാണ്, വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് പോയി. ഒരു 5:30 ഒരു 6 ആകുമ്പോഴേക്കും ഇറങ്ങി. 11 ഫ്ലൈറ്റ്. പക്ഷേ ന്യൂ ഇയർ ആണ്, വേറെ എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നേരത്തെ തന്നെ പോയി. അപ്പോൾ JFK ആണ്, ന്യൂയോർക്കിലായിരുന്നു എയർപോർട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതാണ് ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ അത് WTC അതുപോലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ എയർപോർട്ട് എത്താറായി. അപ്പോൾ എത്താറാകുമ്പോൾ തന്നെ നമ്മൾ ടെർമിനൽ 4 ആയിരുന്നു. അപ്പോൾ അവിടേക്കുള്ള ഡീവിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പോയി കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകണം എയർപോർട്ടിലേക്ക്. അപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ട് ആദ്യം തന്നെ ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. 6 മാസം മുൻപ് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഏട്ടനും ധ്രുവക്കുട്ടനും അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു പോവുകയാണ്. സമയം വളരെ പെട്ടെന്ന് പോയ പോലെ ഉണ്ടായിരുന്നു. ഈ ഒരു 6 മാസം നല്ല രസമായിരുന്നു. അച്ഛനും അമ്മയും ആയിട്ട് എന്താ പറയുക, നമ്മൾ ഇത്ര നാൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ധ്രുവക്കുട്ടനും അതെ, അവനും അച്ഛൻ്റെ അച്ഛമ്മയുടെയും കൂടെ ഹാപ്പി ആയിരുന്നു. എവിടെയാ പോണവര്? അവർ ചെന്നൈയിൽ പോവാ. ഓക്കെ, ചേട്ടന് സ്കൂള് കഴിഞ്ഞാൽ പോവാം ചെന്നൈയിൽ. എവിടെയും പോവാം, എല്ലാം സ്ഥലത്തും പോവാം. ഓക്കെ, കുറച്ച് മാസം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവും. ഓക്കെ, കേട്ടാ കേട്ടാ കേട്ടാ. അവന് കുറച്ച് ദിവസമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പോവാറാകുമ്പോഴേക്കും അവനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് നാട്ടിൽ പോകാമെന്നൊക്കെ. അത് കാരണം ആ ഒരു സമയത്ത് അവൻ ഓക്കെ ആയിരുന്നു.
പിന്നെ അവൻ വാവയുടെ അടുത്ത് പറയായിരുന്നു ചേട്ടൻ്റെ ക്ലാസ് കഴിയുമ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് 11 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അത് കാരണം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കാമല്ലോ, ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അത് കഴിയുമ്പോഴേക്കും പിരിയാനുള്ള സമയമായി. ഞാൻ ആ ഒരു മൊമെൻ്റൊന്നും ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം എനിക്കിത് കാണുമ്പോഴും എന്തോ പോലെ ഉണ്ട്. പിന്നെ ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, വല്ലാത്ത വിഷമമായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, അവർക്ക് പോകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കും വിഷമമായിരുന്നു, ഞങ്ങൾക്കും വിഷമമായിരുന്നു. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ചെക്കിന് പോകുന്നതിന് മുൻപ് അവിടം വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അതിനപ്പുറം ഞങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് അവർ തന്നെ പോകണം. അപ്പം എല്ലാ സാധനങ്ങളും ഇല്ലേ നോക്കുമായിരുന്നു, പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒക്കെ നോക്കി. പിന്നെ അങ്ങനെ ബായ് പറഞ്ഞിട്ട് അവർ പോയിട്ടോ. അവർ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ എത്തുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെയല്ല നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയണവരേക്കും ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ടും ഫോണിൽ സൂം ചെയ്തൊക്കെ നോക്കിയായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. പക്ഷെ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ നോക്കി സൂം ചെയ്ത് അങ്ങനെ. അപ്പം അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് സേഫായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ അവർ തിരിച്ചു പോയപ്പോൾ വീട് ആകെ ഉറങ്ങിയ പോലെ ആയിട്ടോ. ഇത്ര നാളും ആളും അനക്കുണ്ടായിരുന്ന വീട് ആകെ സൈലൻ്റായി. അപ്പോൾ അവരവിടെ ചെന്നൈയിൽ സേഫായിട്ട് എത്തി. വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനി നമ്മൾ ആ ഒരു പഴയ ലൈഫിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു 6 മാസത്തെ ഒരു ലൈഫിനോട് യൂസ്ഡായിരുന്നു. ഇനി തിരിച്ച് മുന്നേ നമ്മൾ ആ ഒരു ലൈഫ് അഡ്ജസ്റ്റായിരുന്നു, പിന്നെ 6 മാസം വരെ ഉണ്ടായിരുന്നപ്പോൾ അതിനോട് യൂസ്ഡായി. ഇനി തിരിച്ച് പഴയൊരു ലൈഫിലേക്ക് പോകാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.